നിയമസഭാ തെരഞ്ഞെടുപ്പ് സുഗമമാക്കുന്നതിനായി എറണാകുളത്ത് 2342 ഉദ്യോഗസ്ഥരെ നിയമിക്കും. ഇതിൽ 252 പേർ മൈക്രോ ഒബ്സർവർമാരായും ബാക്കിയുള്ളവർ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർമാർ എന്നീ നിലകളിലുമായിരിക്കും പ്രവർത്തിക്കുക. ഉദ്യോഗസ്ഥർക്കുള്ള അവസാനഘട്ട പരിശീലന പരിപാടികൾ വരും ദിവസങ്ങളിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് പൂർത്തിയാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി ജില്ലയിൽ 2342 ജീവനക്കാരെ നിയമിക്കും. ഇവരിൽ 252 പേർ മൈക്രോ നിരീക്ഷകരായിരിക്കും. വോട്ടെണ്ണൽ മേശകളിലേക്ക് മാത്രം 582 ജീവനക്കാരെയാണ് നിയമിക്കുന്നത്. തപാൽ വോട്ടുകൾ എണ്ണുന്ന മേശകളിലേക്ക് 290 പേരെയും നിയമിക്കും. വോട്ടെണ്ണലിൽ നേരിട്ട് പങ്കെടുക്കുന്ന ജീവനക്കാരെ കളക്ടറാകും നിയമിക്കുക. മറ്റുള്ളവരെ അതാത് വരണാധികാരിമാർ നിയമിക്കും. ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനവും നൽകും. 14 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് നടത്തുന്നത്. തൃക്കാക്കര, കളമശ്ശേരി, എറണാകുളം, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കുസാറ്റിലാണ്. ആലുവ, അങ്കമാലി, പെരുമ്പാവൂർ, പറവൂർ, കുന്നത്തുനാട് മണ്ഡലങ്ങളിലേത് പിറവം UC കോളേജിലും മൂവാറ്റുപുഴ, കോതമംഗലം മണ്ഡലങ്ങളിലേത് MA കോളേജിലും എണ്ണും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. നയാഗ്ര വെള്ളച്ചാട്ടം കൊച്ചിയുടെ മണ്ണിലെത്തിയിരിക്കുന്നു. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ വിസ്മയ എക്സ്പോയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെയും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ ദ സറിയൽ വെള്ളച്ചാട്ടത്തിന്റെയും അവിസ്മരണീയ അനുഭവമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം 4 മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശനം.